കൊല്ലത്തിന്റെ മനോഹാരിത അങ്ങ് വാനോളം പുകഴ്ത്തിയുള്ള ചില സിനിമകളാണ് കണ്ടത്. പക്ഷേ നമ്മുടെ നേരിട്ട് വന്ന് കണ്ടപ്പോൾ ഇത്തരം ചില സാഹചര്യങ്ങളിലൂടെയാണ് കൊല്ലം കടന്നു പോകുന്നത്. ഇതുപോലെ തന്നെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ഉദ്ഘാടനവും സമാപനവും ഒരു ദിവസം ആവരുത്. തുടർന്ന് ജനങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുന്ന രീതിയിൽ മനോഹരമായി കൊണ്ടുപോകണമെന്ന് പറഞ്ഞതാണ്. പറഞ്ഞ് ആക്കെടുക്കുന്നതിന് മുമ്പായിട്ട് ഇത് കോൺട്രാക്ട് കഴിഞ്ഞാൽ അവർ ഇഴജന്തുക്കളുടെയും അതോടൊപ്പം തന്നെ കാട് മൂടി കിടക്കുന്നത് ഇവിടേക്ക് കയറാൻ പറ്റില്ല. ആളൊന്നുമില്ല, അവിടെ നല്ല അടിപൊളി ബീച്ചൊക്കെ ഉള്ളതാണ്. പാർക്കിലൊക്കെ കയറാമെന്ന് പറഞ്ഞ് വന്നേ. പക്ഷേ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ബീച്ചിലാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ കാട് മൂടിയ സ്ഥലം എവിടെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. കൊല്ലം ബീച്ചിന്റെ സമീപത്തെ പാർക്കാണ്. കൊല്ലം കോർപ്പറേഷന്റെ വകയായിട്ടുള്ള പാർക്കാണ് ഈ കാണുന്നത്. നമുക്കറിയാം, സമ്മർ വെക്കേഷനാണ്. ഈ വെക്കേഷനോടനുബന്ധിച്ച് നിരവധി പേരാണ് ശരിക്കും ഇവിടെ പാർക്ക് കാണാനും അതോടൊപ്പം ബീച്ചിലും ഒക്കെ എത്തുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ പാർക്കിൽ കയറാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇഴജന്തുക്കളുടെയും അതോടൊപ്പം തന്നെ കാട് മൂടിയും കിടക്കുന്നത് കൊണ്ട് ഇവിടേക്ക് കയറാൻ പറ്റുന്നില്ല. മാസങ്ങളായി ഇത് പൂട്ടിയ നിലയിലാണ്. എന്താണ് ഈ പാർക്കിന് സംഭവിച്ചത്? അപ്പോൾ ഞങ്ങളിവിടെ ബീച്ചിലെത്തിയപ്പോൾ കണ്ട ചേട്ടനാണ്. ചേട്ടനോട് പാർക്കിങ്ങിന്റെ പിരിവൊക്കെ നടത്തുന്നതല്ലേ? ഓക്കെ. ചേട്ടാ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വെക്കേഷനാണ്. ഈ പിള്ളേരെല്ലാരും ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇങ്ങോട്ടേക്ക് ഈ ഒരു പാർക്ക് ലക്ഷ്യം വെച്ചാണ് ഇവിടേക്ക് വരുന്നത്. എന്ത് പറ്റി പാർക്കിൽ? പാർക്ക് എന്താ പറ്റുന്നത്? ഇവിടെ പറച്ചില് കേസായി കിടക്കുന്നത് അതെങ്ങനെയാണെന്നാണ് പറച്ചില്ല. ആളുകൾ എന്താണ് വിശേഷം കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല, ഞങ്ങൾക്ക് അറിയത്തില്ല. ഇന്നലെ പരിപാടി എന്തോ ലേലമൊക്കെ ഉണ്ടാകുന്നൊക്കെ പറയുന്നത് തിരിച്ചു വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ലേല വ്യവസ്ഥയിൽ പെട്ട് കിടക്കുവാണ്. അങ്ങനെ കിടക്കും. അപ്പൊ ആദ്യത്തെ കോൺട്രാക്ട് കഴിഞ്ഞായിരിക്കും. ആദ്യത്തെ കോൺട്രാക്ട് കഴിഞ്ഞ അവര് പൊളിച്ചെല്ലാം പോയെന്നാ പറയുന്നത്. എത്ര മാസമായി? ഒരു 1.5 മാസം കഴിഞ്ഞാണ്. ഒരു മാസം 1.5 മാസം ആയെന്ന് തോന്നുന്നു അവര് പൊളിച്ചോണ്ട് പോയിട്ട് അത് വന്നിട്ട്. ശരിക്കും ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഓണത്തിന് ശേഷം ആളുകൾ വരുന്നില്ല. അവധികൾ പിന്നെ ക്രിസ്മസ് അവധി വന്നു, പിന്നെ ഇപ്പൊ വേനൽ അവധിയാണ്. ഈ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ വന്ന് നിൽക്കാനുള്ളൊരു ഇവിടെ നിൽക്കുന്നില്ല, എല്ലാം താഴെ ഇറങ്ങി പോവുകയാണ്. ബീച്ച് ശരിക്കും പറഞ്ഞാൽ അപകടാവസ്ഥയിലായിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ഒരു സൈഡിൽ കൂടെ അപകടാവസ്ഥയിലാതിപ്പോ ബീച്ച്. അപ്പോഴാണ് ഇത്തരത്തിൽ പാർക്ക് പോലും തുറക്കാൻ പറ്റാത്തത്. ഒത്തിരി സങ്കടമുണ്ട്. ഈ പാർക്ക് ശരിക്കും പറഞ്ഞാൽ പാർക്ക് നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു പാർക്കാണ്. അന്ന് ഉദ്ഘാടനം നടത്തിയിട്ടുള്ള നമ്മളെ അന്തരിച്ചു പോയ നമ്മളെ കോടിയേരി ബാലകൃഷ്ണൻ സാറ് പറഞ്ഞു വളരെ മനോഹരമായിരിക്കുന്ന ഈ പാർക്കൊക്കെ കൊള്ളാം. പക്ഷെ ഇതുപോലെ തന്നെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ഉദ്ഘാടനവും സമാപനവും ഒരു ദിവസം ആവരുത്. തുടർന്ന് ജനങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുന്ന രീതിയിൽ മനോഹരമായി കൊണ്ടുപോകണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ പറഞ്ഞ് ആക്കെടുക്കുന്നതിന് മുമ്പായിട്ട് മത്സരിച്ച് ടെൻഡറുകൾ പലരും വിളിച്ച് അമിതമായ റേറ്റുകളൊക്കെ എടുത്ത് അവസാനം ഇത് ആരും എടുക്കാത്ത വിധത്തിൽ എത്തിരിക്കുക. ഒരു സാധാരണക്കാരൻ ചെന്ന് എടുക്കാമെന്ന് വെച്ചാൽ എടുക്കാൻ വയ്യാത്ത ഒരവസ്ഥയിൽ വലിയ തുകകൾ കൊടുത്ത് ടെൻഡർ വിളിച്ചതാണ്. അപ്പോൾ ആ ടെൻഡർ നിലവിൽ കിടക്കുമ്പോൾ എടുത്തിട്ടുള്ള മുൻകാലങ്ങളിൽ എടുത്തിട്ടുള്ള ടെൻഡറിൽ അധികം അല്ലാതെ കുറച്ചെടുക്കാൻ നിർവാഹമില്ല. അങ്ങനെ ചെയ്യാനൊക്കത്തിലാണ് ഈ വിഷയമുണ്ട്. കഴിഞ്ഞ ദിവസം ലേലം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ലേലം എന്ന് പറഞ്ഞാൽ അത് പാർക്കിംഗ് ഏരിയ ആണ്. ഈ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഈ റോഡിന്റെ ഫ്രണ്ട് ഇതെല്ലാം ഒരു ഏരിയ കൊടുക്കുന്നുണ്ടെങ്കിലും അത് നിയമപരമായിട്ട് വെച്ചാൽ റവന്യൂ പോർട്ടിന്റെ വകയാണ് റോഡ്. പാർക്കിംഗ് ഏരിയയിൽ വേണം ന്യായമായ പൈസ പിരിക്കേണ്ടത്. ശരിക്കും നമ്മുടെ വെക്കേഷൻ സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ബീച്ച് കാണാൻ വരുമ്പോൾ അവർ മെയിനായിട്ട് പാർക്കാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? മെയിനായിട്ട് പാർക്കാണ്. സ്ഥിരം വരുന്ന ആളുകളുണ്ട്. അത് വരുന്നത് നമ്മളെ കൊല്ലം പ്രദേശത്ത് മാത്രമല്ല, ഈ ലീവ് സമയമാകുമ്പോൾ മിക്കവാറും ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ അങ്ങ് കേരളത്തിന്റെ അങ്ങ് അറ്റം മുതൽ തലശ്ശേരി കണ്ണൂർ ഭാഗം, പിന്നെ അത് കഴിഞ്ഞ് കർണാടക ആന്ധ്ര ഈ ഭാഗങ്ങളൊക്കെ മൈസൂർ ഭാഗങ്ങളിലെ ആൾക്കാർ വരും. അവർ വന്ന് ആകർഷമായിട്ട് കൊല്ലത്ത് പാർക്കാന്ന് നോക്കണം. പാർക്ക് ഒരു ശൂന്യത കിടക്കുകയാണ്. ഇത് മുമ്പ് മുനിസിപ്പാലിറ്റി ഉള്ള സമയത്ത് വളരെ മനോഹരമായിട്ടൊരു പാർക്കായിരുന്നു. 5-6 മാനുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് മുനിസിപ്പാലിറ്റി ഉള്ളപ്പം N. തങ്കപ്പൻ സാറിന് മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അന്ന്
ചെയർമാൻ തന്റെ പിള്ളേരെ എങ്ങനെ നോക്കും അത് രീതിയിലാണ് സാർ ഡെയിലി കാറിനകത്ത് രാവിലെയും വൈകിട്ടും വന്ന് ഇവിടെ വന്ന് ഈ ചെടികളെല്ലാം സംരക്ഷിക്കുന്നുണ്ടോ വെള്ളം ഒഴിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയൊക്കെ ചെയ്യുന്നു. വലിയ കൃത്യനിഷ്ഠമായിരുന്നു, എല്ലാവർക്കും സന്തോഷമായിരുന്നു, ഫ്രീ ആയിരുന്നു, പൈസ ഒന്നും കൊടുക്കണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് പുതിയ രീതിയിൽ കച്ചവട സ്വഭാവത്തിൽ ഈ പാർക്ക് ഇങ്ങനെ പോവാണ്. പക്ഷെ അത് നിലവാരം അനുസരിച്ച് പുറമെ കൊടുത്താലും കരാറ് കൊടുത്താലും ശരി തുകയൊക്കെ നോക്കി കൊടുക്കാമെങ്കിൽ പാർക്ക് മുന്നോട്ട് പോകാൻ കൊള്ളാം. അല്ലാതെ അമിതമായ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആരും മുന്നോട്ട് വരത്തില്ല. ഈ പാർക്ക് എന്ന് വെച്ചാൽ കൊല്ലം ബീച്ചിൽ നിന്ന് ശനി ഞായറും ആള് നല്ലപോലെ തിരക്കുണ്ടാവും. സ്ഥിരം വരുന്നതാണല്ലേ? അടുത്തായോണ്ട് എപ്പോഴും ഇവിടെ വരുവായിരുന്നു, ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ. പക്ഷെ ഇപ്പം ആളൊന്നും ഇല്ല, ജസ്റ്റ് കാട് പിടിച്ചടക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാല് അതെ ആരും വെക്കേഷൻ സമയമാണ് ഇപ്പൊ. ശരിക്കും പറഞ്ഞാലേ നിറയെ കുട്ടികളൊക്കെ വരേണ്ട സമയമാണ്. വാവയ്ക്ക് പാർക്കിൽ കയറാൻ പറ്റൂലല്ലോ. അപ്പൊ നമ്മുടെ വാവയായിട്ട് വന്നതാണ്. പക്ഷെ പാർക്കിലൊന്നും കയറാൻ പറ്റില്ല, ബീച്ചിൽ മാത്രം ജസ്റ്റ് കണ്ട് കാലം നനയ്ക്കാനേ പറ്റുള്ളൂ. ഇവരാകെ വിഷമത്തിലാണ്. എവിടുന്നാ വരുന്നേ? അവിടെ ഇവിടം വരെ വന്നേതല്ലേ? അവിടെയും നല്ല അടിപൊളി ബീച്ചും കാപ്പിൽ ബീച്ചൊക്കെ ഉള്ളതാണ്. പാർക്കിന്റെ അവസ്ഥ അതെ നല്ലൊരു പാർക്കായിരുന്നു അല്ലേ? എത്രയോ നാളുകളായി. പക്ഷെ ഇപ്പൊ ഇതാണ് അവസ്ഥ. മക്കളെ പാർക്കിൽ കയറാൻ പറ്റിയില്ലല്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? വീട്ടിൽ പോകും. ഇന്നല്ല വീട്ടിൽ പോകും. പാർക്ക് കാണാൻ ഒക്കുന്നില്ലല്ലേ? എന്ത് പറ്റി പാർക്കില്? ആണോ? പാർക്കിലൊക്കെ കേറാൻ പറഞ്ഞു വന്നേല്ലേ? ആണോ? എന്തോ പറ്റി? പൊളിഞ്ഞോ? ആണോ? കാട് മൂടി കിടക്കുവല്ലേ? പാമ്പ് കടിക്കും അങ്ങോട്ട് എറിയാം? ഉറപ്പ്? ആ ശരി. പാർക്കിലൊക്കെ കേറാന്ന് പറഞ്ഞു വന്നേ. പക്ഷെ കിടക്കുന്ന സാധനമൊക്കെ ദേഹത്തോടെ വീഴും. അപ്പൊ എല്ലാം അറിയാം. ഓക്കെ, ചേട്ടൻ പാർക്ക് കാണുന്നുണ്ടോ? കണ്ടോ അവസ്ഥ? കഴിഞ്ഞ വർഷം ഇതിനകത്ത് ഭയങ്കരമായിരുന്നു. ആണോ? ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. ഈ വർഷം എല്ലാം സ്റ്റേ അടക്കാന്ന് പറഞ്ഞു, അപ്പുറത്തോട്ട് മാറി പറഞ്ഞു. വെക്കേഷൻ ആകുമ്പോ കിട്ടുന്ന ഒരു അവസരമൊക്കെ ആണല്ലേ? പോയി കിട്ടി. ഓക്കെ, നമ്മൾ ഈ ഇതേ കണ്ട സിനിമകളിലൊക്കെ തന്നെ കൊല്ലത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരുപാട് വിഷ്വൽസ് നമ്മൾ കണ്ടു. കൊല്ലത്തിന്റെ മനോഹാരിത അങ്ങ് വാനോളം പുകഴ്ത്തിയുള്ള ചില സിനിമകളാണ് കണ്ടത്. പക്ഷേ നമ്മുടെ നേരിട്ട് വന്ന് കണ്ടപ്പോൾ ഇത്തരം ചില സാഹചര്യങ്ങളിലൂടെയാണ് കൊല്ലം കടന്നു പോകുന്നത്. ഏതായാലും ഇവിടുത്തെ കൊല്ലം കോർപ്പറേഷനിലെ ഉൾപ്പെടെയുള്ള അധികാരികളോടാണ് ഞങ്ങൾ ഈ പാർക്കിന്റെ അവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിലുവനിച്ച് വിസ്മയ ന്യൂസ്.